നമസ്കാരം. ബിൽഡിംഗ് മെറ്റീരിയൽ സൊല്യൂഷൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്ലീനിങ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. പ്രൊഡക്റ്റിൻ്റെ പേര് മിറാക്കിൾ ക്ലീനർ എന്നാണ്. സാധാരണ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെയിൻസ് ഒന്നാണ് ബോർവെൽ വാട്ടർ സ്റ്റെയിൻസ്, അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ്. ഇതൊക്കെ നമുക്ക് ടൈൽസിൽ നിന്ന് ഇളക്കി കളയാൻ പറ്റാവുന്ന ഒരു സൊല്യൂഷനാണ് മിറാക്കിൾ ക്ലീനർ എന്നത്. ഇത് ബോർവെൽ വാട്ടറോ ഹാർഡ് വാട്ടറോ മാത്രമല്ല, ടൈൽസിമേ പറ്റി പിടിച്ചിരിക്കുന്ന സിമെൻറ്റ് ഫിലിം, പെയിൻറ്റ് ഫിലിം, ഓയിൽ, വാക്സ്, സാധാരണ രീതിയിൽ ടൈൽ പിടിച്ചിരിക്കുന്ന എല്ലാ സ്റ്റെയിൻസിനും കളയാനുള്ള ഒരു ഒറ്റ സൊല്യൂഷനാണ് മിറാക്കിൾ ക്ലീനിങ് എന്ന് പറയുന്നത്. ചില സ്റ്റെയിൻസുകൾ 2-3 തവണ അപ്ലിക്കേഷനിലൂടെയാണ് ഇത് ക്ലീൻ ആക്കി എടുക്കുക. ഇതാണ് പ്രൊഡക്റ്റ്. ബ്ലൂ കളറിലെ ലിക്വിഡാണ്. നമ്മൾ ഡയറക്റ്റ് എവിടെ സ്റ്റെയിൻ എന്ന് വെച്ചാൽ അത് ഒഴിക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ 30% ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ട്. നമുക്കതിനെ ഒഴിക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്യൂംസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് നേരം ആ സ്റ്റെയിനായിട്ട് റിയാക്ഷൻ നടക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഒരു തവണത്തെ അപ്ലിക്കേഷനിൽ ചിലപ്പോൾ മുഴുവൻ പോകണമെന്നില്ല, 2-3 തവണ അപ്ലിക്കേഷനിലാണ് പോവുക. നമ്മളെപ്പോഴും ക്ലീനിങ് കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് മസ്റ്റാണ്. ഇപ്പം നമ്മൾ ഏകദേശം സ്ക്രബിങ് ലാസ്റ്റ് സ്റ്റേജിലേക്കായി. ഇപ്പോൾ നമുക്കിതിൽ നോക്കി കാണാം, ഒരുതും ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. ചില സ്റ്റെയിനുകൾ നമ്മൾ ഒരു അപ്ലിക്കേഷൻ കൊണ്ട് ക്ലിയർ ആവില്ല, 2-3 തവണ നമ്മൾ സമയം എടുത്തിട്ട് ചെയ്യണം. ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റീൽ വുൾ പോലത്തെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് റബ് ചെയ്താലും മതി. ഫസ്റ്റ് കണ്ടത് പെയിൻറ്റ് സ്റ്റെയിന് റിമൂവ് ചെയ്യണ ഒരു വീഡിയോ ആണ്. ഇതുപോലെ തന്നെ ഹാർഡ് വാട്ടർ സ്റ്റെയിൻ, അതുപോലെ തന്നെ ബോർവെല്ലിന് സ്റ്റെയിനുകൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിനൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ബോർവെൽ സ്റ്റെയിൻസ് ഒക്കെ 2-3 തവണ അപ്ലിക്കേഷൻ നമുക്ക് ചെയ്താലാണ് ഇത് ക്ലിയർ ആവുക. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ലിക്വിഡ് ഫോമുള്ള മെറ്റീരിയലാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് വെർട്ടിക്കലോ അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് അതിനൊപ്പം ചെയ്യാൻ പറ്റുന്നതായിട്ട് സാധാരണ സോപ്പ് പൗഡറും ഈ ലിക്വിഡായിട്ട് മിക്സ് ചെയ്യുക, ഒരു ക്രീം പരുവത്തിലാക്കിയിട്ട് കൂടുതൽ സമയം കോണ്ടാക്ട് ചെയ്യാനാണ് നമ്മൾ ഈ സോപ്പ് പൗഡറും മിക്സ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ താഴേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ ആ സ്ഥലങ്ങളിൽ സോപ്പ് പൗഡർ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിനൊപ്പം കുറച്ച് നേരം ആ സ്റ്റെയിൻ എടുത്ത് നമ്മൾ വെക്കുക. ഈ മിറാക്കിൾ ക്ലീനറിനകത്ത് 30% ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടൈൽസുമത്തെ സ്റ്റെയിൻസുകൾ റിമൂവ് ചെയ്യാനാണ്. ഇപ്പോൾ മാർബിള്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ്, ഇതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ കളർ വേരിയേഷൻ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആസിഡ് ഫ്രീ ആയിട്ടുള്ള, ആസിഡ് കണ്ടന്റ് ഇല്ലാത്ത കെമിക്കൽസാണ് എപ്പോഴും നമുക്ക് റെക്കമെൻഡ് ചെയ്യണത്.